സി കാണുന്നത് അജ്മീർ ദർഗന്റെ തൊട്ടടുത്ത് ഡൽഹിയിലടുത്ത് ഞാൻ AC റൂമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ റൂമാണ്. അത് 1300 രൂപ ദിവസം വാടക അതിന്. ഏതായാലും ഒന്ന് ദർഗന്റെ അടുത്ത് പോയിട്ടൊന്ന് നോക്കണം അടുത്ത കാഴ്ചകളും കാര്യങ്ങളെല്ലാം. AC റൂം തന്നെ സെലക്ട് ചെയ്യാൻ കാരണം ചൂട് കാരണം ഒരുപാട് ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് ബുദ്ധിമുട്ടി. ഗൈസ് നമ്മ ദർഗയിലേക്ക് ഒന്ന് പോയിട്ട് നോക്കാം. കമോൺ ഗൈസ്. പക്ഷെ അഹമ്മദാബാദും പിന്നെ ഡൽഹിന്റെ അത്ര ചൂട് അനുഭവപ്പെടുന്നില്ല ഇവിടെ. ഞാൻ അഹമ്മദാബാദിന്റെ ചൂട് കാരണം അധികം ഞാൻ പിന്നെ ട്രെയിനിൽ വന്നതിന്റെ പ്രയാസം കൊണ്ടാണ് ഞാൻ ഇവിടെ AC റൂം എടുക്കാൻ തന്നെ കാരണമായത്. പക്ഷെ 1300 രൂപ നല്ല ഒരു റൂമിന്. ഇത് ഇവിടുത്തെ ഒരു ഉസ്താദിന്റെ റൂമാണ് ഈ റൂം. ഇവിടെ പല സ്ഥലത്ത് റൂമുണ്ട്. AC റൂം, നോൺ AC റൂം എല്ലാം ഉണ്ട് ഇവിടെ. ആദ്യം ഇറങ്ങുന്ന ജംഗ്ഷനിലുണ്ട്. ഞാൻ പിന്നെ ഇവിടുന്ന് ദർഗന്റെ തൊട്ടടുത്തായതുകൊണ്ട് അത് ഞാൻ ഇവിടെ എടുക്കാനുള്ള കാരണം. നമുക്കതിനെ പെട്ടെന്ന് കറങ്ങാനായി പിന്നെ കറങ്ങിട്ട് പോയിട്ട് വീഡിയോ ചെയ്യാനും എളുപ്പമാണ്. ഒരു മുംബൈ ഒരു കുർള ഗല്ലി പോലത്തെ ഒരു ഗല്ലിയാണ് കേസ്. ഒരുപാട് കേരളക്കാരെ ഞങ്ങൾക്ക് ട്രെയിൻ വെച്ച് കണ്ടിട്ടുണ്ട്. എല്ലാം ഇപ്പൊ എടുത്ത് കൊണ്ട ആൾക്കാർ അജ്മീറിലേക്ക്. പക്ഷെ മഴക്കാലത്ത് ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കണം ഡൽഹിയിലത്തെ. ഒരിക്കൽ കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് എൻ്റെ ഈ ചാനൽ ഇപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൻ ഓൾ എന്നത് എനേബിൾ ചെയ്താൽ അടുത്തതായിട്ട് പുതിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും. അപ്പോൾ നെക്സ്റ്റ് ഒരുപാട് വീഡിയോ ചെയ്യേണ്ട പ്ലാനിൽ ഞാനുണ്ട്. കാശ്മീർ, പഞ്ചാബ് എന്നുള്ള സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിങ്ങളെ സപ്പോർട്ട് അത്യാവശ്യം ഗൈസ്. അതുപോലെ നിങ്ങൾ കമന്റ് എഴുതണം. പിന്നെ ഞാൻ വേറൊരു ട്രിപ്പ് കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കേരളക്കാർ ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വേറൊരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കാസർഗോഡ് ടു കാശ്മീർ ഓട്ടോയിലുള്ള ഒരു ട്രിപ്പാണ്, ഓട്ടോ ലൈഫ്. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ചെയ്യും. പിന്നെ സോളോ ക്യാമ്പിങ് വീഡിയോ ഇതെല്ലാം ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പിന്നെ വീഡിയോസ് എല്ലാം മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. മുമ്പിൽ കാണുന്നവരെല്ലാം ദർഗക്ക് വന്നതാണ്.
തന്നെ നോക്ക് ഗൈസ്, മാഷാഅല്ലാഹ് എത്ര ജനങ്ങളെന്ന്. നല്ല തിരക്കായിട്ടുണ്ട് ഇപ്പൊ ഇവിടെ. പിന്നെ ദർഗന്റെ അകത്തോട്ടൊക്കെ കയറുമ്പോ നമ്മളെ ചെരുപ്പെല്ലാം മിസ്സാവുന്നതിന് നമ്മളെ ചെരുപ്പ് സൂക്ഷിക്കാനുള്ള ആൾക്കാരുണ്ട് അവിടെ. അതിന് ഒരാളെ ചെരുപ്പ് 5 രൂപ, രണ്ടാളെ ചെരുപ്പ് 10 രൂപ. അതവരെ ചാക്കിൽ കെട്ടിട്ട് അവിടെ സൂക്ഷിക്കും. അല്ലാണ്ട് നമ്മടെ ചെരുപ്പ് അയച്ചിട്ട് വെച്ചിട്ട് പോയാല് ചിലപ്പോ ചെരുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിട്ട് മിസ്സാവും. അപ്പൊ ഗൈസ് ഇതിലെ കൂടിയിട്ട് വലതുവശത്തോടിട്ട് നടയിലൂടിട്ട് കയറിയിട്ട് മുമ്പോട്ട് പോയാൽ ആദ്യത്തെ ഫസ്റ്റ് കവാടം, പള്ളിന്റെ ഉള്ളിലേക്കുള്ള കവാടം നമുക്ക് കിട്ടും. നിങ്ങൾ എതിർ കാണുന്ന തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലാണ്. ഗേസ്, ഞാൻ ദർഗന്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ എന്താക്കണം പറഞ്ഞെങ്കിൽ തൊപ്പി നിർബന്ധമായിട്ട് വെക്കണം. തൊപ്പി വെച്ചില്ലെങ്കിൽ അകത്തേക്ക് കയറ്റില്ല, അവർ ചീത്ത പറയുന്നോട്. അപ്പൊ ഇവിടെ തന്നെ ഈ തൊപ്പി വെക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഇവിടുന്ന് ഒരു തൊപ്പി 30 കൊടുത്തിട്ട് മെങ്ങെങ്കിലും മതി. ദർഗന്റെ അകത്ത് കാണുന്നില്ല, നല്ല ആളുണ്ട് ഇവിടെ, മാഷാഅല്ലാഹ്. പല സ്റ്റേറ്റിലത്തെ ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പിന്നെ ഇതിന്റെ അകത്ത് 1-ാം ഗേറ്റ്, 2-ാം ഗേറ്റിൽ അങ്ങനെ ബാതില് ഒരുപാടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കയറി നമുക്ക് അതിൽ മിസ്സാണ് ഫസ്റ്റ് വന്ന ആൾക്ക്. നിങ്ങൾ തലയിൽ പൂ ചുമന്നുകൊണ്ട് പോകുന്ന കാഴ്ച കണ്ട, റെഡ് റോസ്. അപ്പൊ അത് ഇവിടുത്തെ മെയിൻ ഏരിയ ആചാരമാണ്. എന്തെന്ന് പറഞ്ഞെങ്കില് ഖാജ തങ്ങളെ മക്ബറിലേക്ക് നേർച്ച പറഞ്ഞിട്ടും അതുപോലെ തന്നെ തങ്ങളെ ഒരു ബഹുമാനത്തിനും വേണ്ടിയിട്ടല്ലാന്ന് ആ പൂ ഖാജ തങ്ങളെ ഹളറത്തിൽ സമർപ്പിക്കുന്നത്. ഇതിന്റെ അകത്തിന് ഒരുപാട് പൂ വെക്കുന്ന സ്ഥലമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ദർഗന്റെ അകത്തുള്ള ഹൗളാണ് നിങ്ങൾ ആ കാണുന്നത്. അത് ഹൗള എടുക്കുന്ന കുറെ ആള്. ഈ നടന്റെ മുകളിലോട്ട് കുറച്ച് മീത്ത കയറിയെങ്കിൽ ആടെ നിങ്ങൾക്ക് ആ ചെമ്പ് പാത്രം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും, ഇവിടെ പാചകം ചെയ്യുന്നത്. അതായത് ഒരേ പ്രാവശ്യം പാചകം ചെയ്യുമ്പോക്ക്
4800 കിലോ വരെ പാചകം ചെയ്യുന്ന ആ ഒരു ചെമ്പിന്റെ ചട്ടിയാണ് അക്ബർ ചക്രവർത്തി സമ്മാനമായിട്ട് നൽകിയ ചട്ടി. ഇത് ഇവിടെ ഞാൻ 2 ചട്ടി അതുപോലത്തെ ചട്ടി ഞാൻ കണ്ടിന്യൂ. ഇപ്പൊ അത് കാണാൻ വേണ്ടിട്ട് പോകുന്ന ജനത്തിരക്കാണ് കൈ കാണുന്ന മുമ്പോട്ട് ആ ചെമ്പിന്റെ ചട്ടി കാണുന്നത്. ഇതാ ഇവിടെ കാണുന്ന ഈ ചട്ടീന് 4800 kg പാചകം ചെയ്യാൻ കഴിയുന്ന ചട്ടി. ഇതിന് ഒരുപാട് ആൾക്കാർ പണം നിക്ഷേപിക്കുന്നത് അതുപോലെ ധാന്യ വസ്തുക്കള് നിക്ഷേപിക്കുന്നതെല്ലാം നമുക്ക് കാണാൻ കഴിയും. നേർച്ച പറഞ്ഞിട്ടെല്ലാം ഇതിൻ്റെ അകത്ത് ധാന്യങ്ങള് കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഈ ചെമ്പിന്റെ ഈ പാത്രത്തിലേക്കാണ് പൈസയും കാര്യങ്ങളെല്ലാം ഇടേണ്ടത്. അല്ലാണ്ട് മറ്റേ ഭണ്ഡാര പെട്ടിയിലേക്ക് ഇടണ്ട. ഭണ്ഡാര പെട്ടിയിൽ ഇട്ടെങ്കിൽ അത് ഗവൺമെന്റിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നുണ്ട് എനിക്ക്.
ഗൈസ്, നിങ്ങൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ പൂ വിൽക്കുന്ന കട, ഈ ദർഗന്റെ അകത്തുള്ള. ഇതിന് വലിയ പട്ടി 300, ചെറിയ പട്ടിക്ക് 100. അപ്പൊ ഗൈസ്, സിയാറത്തെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാനുള്ള പരിപാടിയിലാണ് ഇപ്പൊ ഞാനില്ല. പിന്നെ സിയാറത്ത് ചെയ്യുന്നതിന്റെ അകത്തുള്ള വീഡിയോസ് എടുക്കാൻ ഒരു വീടില്ല, ദർഗന്റെ അടുത്ത് വീഡിയോ എടുക്കാൻ വിടുന്നില്ല, ക്യാമറ നോട്ട് അലൗഡ്. അപ്പൊ ഇതാ സിയാറത്തെല്ലാം ചെയ്തിട്ട് ഇപ്പൊ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതാ മറ്റൊരു വഴിയിലെ കൂടിയിട്ടാണ് ഇപ്പൊ ഞാൻ പോകുന്നുണ്ട്, വേറൊരു വഴിയിൽ കൂടിയിട്ട്. ഇതൊരു ഗല്ലിന്നാണ്.
ഇവിടെ ഒരുപാട് സ്വീറ്റ് പലഹാരങ്ങൾ, സ്വീറ്റ് ഐറ്റംസ് ഉണ്ടല്ലോ, ബേക്കറി ഐറ്റംസ് എല്ലാം നല്ല നല്ല സാധനം കിട്ടും ഇവിടെ. നമ്മളെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും നല്ല സാധനം.